അസ്സലാമലൈക്കും. അപ്പോൾ ഇ കെ ബ്രോ സീക്രട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വാഗമൺ ട്രിപ്പിൽ പോവുകയാണ്. ഞങ്ങൾ 10-ാം തീയതി ട്രിപ്പിനുള്ള വെയിറ്റിങ്ങിലാണ്. ഏകദേശം ഒരു 10 മണി 10:15 പട്ടാമ്പിയിൽ നിന്ന് എടുക്കും. ഞങ്ങൾ 3 ആളാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണത്തെ ഒരു ഗ്രൂപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വാഗമണിൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ. പത്താം നേരത്തെ വളരെ പട്ടാമ്പിയില് രാത്രി 10 മണിക്ക് ശേഷം തിരക്കന്നല്ല. നമ്മള് പട്ടാമ്പിയില് രാത്രി 10 മണിക്ക് ശേഷം കേട്ടോ. ഇവിടെ കണ്ടുപിടിക്കണം പട്ടാമ്പിയുടെ അവസ്ഥ. കടയിൽ തിരക്ക്, റോഡ് കൂടെ വണ്ടികൾ, ട്രാഫിക് ജാമ്. ഇപ്പോഴും പട്ടാമ്പിയിൽ 10 മണിക്ക് ശേഷം പട്ടാമ്പിയിൽ തിരക്കന്നെ. ഇതെന്താ ഒന്നിങ്ങനെ നമുക്ക് കയ്യട്ട് ഞങ്ങളപ്പോ ഒരു ചായ കുടിക്കാൻ കയറിയിരിക്കാണ്. ചായ കുടിക്കാം. ബാത്റൂമിൽ മോട്ടറിക്കാൻ വന്നപ്പോ വേണ്ടിട്ട് ഞങ്ങള് ബാത്റൂമിലൊക്കെ കയറിയിരിക്കുകയാണ്. മോട്ടർ വയ്ക്കണം, ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാണ്. സമയം ചായ ഉണ്ടേ ചെറിയൊരു ഉറക്കം വരുന്നുണ്ട്. ആ ഉറക്കത്തിൽ അപ്പൊ നമ്മള് വാഗമണിൽ എത്തിട്ടോ. ഒന്ന് റൂം എടുത്ത് 2-3 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഇങ്ങനെ പോവാണ്. പുള്ളിക്ക് കഴിഞ്ഞ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലാണ് സീറ്റ് ഉള്ളത്. അപ്പൊ ഞങ്ങളുടെ ബാക്കിലായിരിക്കുന്നത്. അങ്ങനെ ഇതവിടെ ഒരു വ്യൂ ഉണ്ട്, അവിടെ കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വ്യൂ പോയിന്റ് കണ്ടു പറഞ്ഞിട്ട് ഞങ്ങളിത് വണ്ടി നിർത്തി. കുറച്ച് വ്യൂ പോയിന്റ് അടിപൊളി സ്ഥലം. നല്ല ക്ലൈമറ്റ്, വല്ലാതെ തണുപ്പില്ല, എന്നാൽ അത്യാവശ്യം തണുപ്പുണ്ട്. ഇതാണ് വാഗമൺ ട്രിപ്പിന്റെ ഫസ്റ്റ് ഭാഗം. ഒരു ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നിഷാമ് പറഞ്ഞു, നിഷാമിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നിഷാമിൻ്റെ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മളെ വ്യൂ ഇങ്ങനെ കാണുകയാണ്. എവിടെ ചെന്നാലും ഈ വ്യൂ തന്നെ, മെയിൻ ഘടകം ഈ വ്യൂ തന്നെ ഉള്ളൂ. അതിപ്പോൾ ഊട്ടി ആയിക്കോട്ടെ, കൊടൈക്കനാലായിക്കോട്ടെ, എവിടെ ചെന്നാലും മെയിൻ ഘടകം ഈ വ്യൂ. പിന്നെ തണുപ്പും ഇവിടെ അത്രയും വലിയൊരു തണുപ്പൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്തൊരു തണുപ്പ്. ഇത് നമ്മൾ ഈ അറ്റത്തേക്ക് സൂം ചെയ്തപ്പോൾ അവിടെ അപ്പാർട്ട്മെൻറ്റുകൾ കണ്ടു, ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത്രയും കാഠിന്യമായിട്ടുള്ളൊരു തണുപ്പൊന്നുമില്ല. പക്ഷേ മൂന്നാർ നല്ല തണുപ്പാണ്. ഇത് നമ്മളൊരു ഫ്രണ്ടാണ്, നമ്മളെ വീടിൻ്റെ അയൽവാസിയാണ്, സമ്മതം എന്നൊരു പേര്. ഇവര് ഞാനും ഷമുകടാണ് ഇതിൽ പോകുന്നത്, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ. പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാൻ പാടതാണ് നമ്മളെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരു പ്രകൃതി രമണീയമായൊരു ഫോട്ടോയാണ് എടുത്തിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കണതാണ്. അവരാണ് ഇപ്പം എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് ഫോട്ടോക്ക്. അങ്ങനെ നമ്മൾ പ്രകൃതിയാണ് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. വാഗമൺ പ്രകൃതി, വാഗമണിലെ പ്രകൃതിയാണ് ഇത്. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പാട്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ എടുക്കാണ്ട് കാണാണ്ട്. നിഷാമിനൊരു വീഡിയോ എടുത്തു. അങ്ങനെ അവിടെ കണ്ടതിന് ശേഷം ഞങ്ങൾ വണ്ടി കയറി ഞാൻ നെക്സ്റ്റ് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആർക്കും വെച്ചാൽ പാടണമെങ്കിൽ പാടാ, സംസാരിക്കുക. ഒരാളാണൊന്ന് പാടി, അത് പാട്ട് കുറച്ച് കേട്ടു.
അങ്ങനെ അവരെ പാട്ടിന് ശേഷം ഇഷാമിനോടൊരു പാട്ട് പാടാൻ വേണ്ടി ഇഷാമി ചെന്നിക്കുകയാണ്. അപ്പോൾ ഇഷാമി ഏത് പാട്ട് വേണം എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിക്കോ പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ ആലോചിക്കണം ഏത് പാടുന്നത്. അങ്ങനെ അവസാനം ഒരു പാട്ട് പോലും പാടി. പഠിക്കണ വലിയ സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലേ. രാവിലത്തെ ചായ കുമ്പളിന്നാണ്. നല്ല ഫുഡൊക്കെ നല്ല ഫുഡാട്ടോ. പൊറാട്ട, നൂൽപുട്ട്, പിന്നെ വെള്ളപ്പം, പിന്നെ കടലക്കറി, മുട്ടക്കറി, 2 വിഭവങ്ങളുള്ളത്. നല്ല ഹോട്ടൽ, നല്ല വൃത്തി, ഉഷാറാണ്. അതിന് ശേഷം വീണ്ടും വണ്ടി കയറി ഞങ്ങളുടെ വണ്ടിയിലൂടെ വീണ്ടും അടുത്ത സ്ഥലമായ വാഗമണിലെ സെക്കൻഡ് സ്ഥലത്തോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളടുത്ത സ്ഥലം തങ്ങൾപ്പാറ. വാഗമണി തങ്ങൾപ്പാറ. ഇത് ഫുള്ള് പാറയാണ്. ഇത് അത്യാവശ്യം അങ്ങോട്ട് കയറണം. ഹൈറ്റ് സ്ഥലത്താണ് ഈ പാറ. ഫുള്ള് പാറ. ഈ പാറയുടെ മേലെ കയറി ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണും. ഇതിൻ്റെ പേര് തങ്ങൾപ്പാറ. നമ്മുടെ തങ്ങൾപ്പാപ്പാൻ്റെ കബറും കാര്യം കുറേ ആൾക്കാർ വിദ്യാർത്ഥിനെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ 3 ആളെ തങ്ങൾപ്പാറയുടെ മേലെ കയറാൻ വേണ്ടി പോവാണ്. ഞങ്ങളിങ്ങനെ മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ മേലുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് മേലെ. അപ്പോൾ ഞങ്ങൾ കയറണ്ടേന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മറ്റോ പറഞ്ഞു, സമ്മത് പറഞ്ഞു കയറണം പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ 3 ആൾമാടെ അങ്ങനെ കയറുകയാണ്. മൊട്ടക്കുന്നല്ല മൊട്ടക്കുന്നാലും ഇതിപ്പോൾ ഞങ്ങളതിന് മേലേക്ക് എത്തിയിട്ട് 4 പുറത്തും ഇങ്ങനൊരു വീഡിയോസ് ഇങ്ങനെ എടുക്കുക. നല്ല ആൾക്കാരുണ്ട്, കുറച്ച് ഏജ് ആൾക്കാരൊക്കെ മേലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറിയിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്, പ്രകൃതി സൂപ്പർ, ഒന്നും പറയാനില്ല. നമ്മൾ ഞങ്ങൾക്കൊരു ആസ്വദിക്കണം, പ്രകൃതിയിൽ കിട്ടുന്ന ഓരോ ആസ്വാദനവും അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം.
നല്ല ക്ലൈമറ്റാണ്. പിന്നെ രാവിലെ ഒരു 8-9 മണിയുടെ ഉള്ളിലാണ് ഈ ചൂട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂട് വരുന്നുണ്ട്. ഇപ്പോൾ തണുപ്പാണ്. ഇപ്പോൾ ഒരു 9 മണിയുടെ ഉള്ളിലായിട്ടുള്ളൂ. നല്ല തണുപ്പ്, നല്ല കാറ്റാണ് പറയുക. ഭയങ്കര കാറ്റാണ്. ഷാമിനൊക്കെ ഭയങ്കര പേടിയായി. ഷാമിൻ്റെ പാറോ വിചാരിച്ചിട്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്കതൊരു ഇംഗ്ലീഷുകാരെ കണ്ടതാണ്. അപ്പോൾ അവരോട് അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ സൈക്കിളൊക്കെ തന്നു. അതിന് ശേഷം ഞങ്ങൾ താഴത്തോട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ താഴത്തോട്ട് പോയിരിക്കുകയാണ്. ഇനി നമ്മൾ താഴെ വന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ആ താഴെ വരുന്ന ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വാഗമണ്ണിൽ ഒരുപാട് വീഡിയോ ഇടാണ്ട്, ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഇനിയുണ്ട്. അപ്പോൾ ഒരുപാട് ടൈം വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേര് ആരും മറക്കണ്ട, VK Bro CKD. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വാഗമൺ വീഡിയോ ആയിട്ട് നാളെ വരും. ഓക്കെ, യോ ബൈ.